ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ കുറേ ആയി കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ചാനലിൽ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടോ ഇടുന്നത്. അപ്പോൾ അതേ വെണ്ടയ്ക്കയൊക്കെ കഴുകിയെടുത്തു. അതിൻ്റെ തണ്ടും ഞെട്ടിയൊക്കെ കളയണേ കേട്ടോ. അപ്പോൾ ഞാൻ കനം കുറച്ചാട്ടോ അരിയുന്നത്, വട്ടത്തിൽ കനം കുറച്ച് അരിയണത്. പലയിടത്തും പല രീതിക്കാണ് അരിയണത്. കനം കൂട്ടി അരിയുന്നവരുണ്ട്, നീളത്തിന് അരിയണവരുണ്ട്. അപ്പോൾ ഞാൻ വേഗം വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് കനം കുറച്ചായിട്ട് വേഗം തന്നെ അരിഞ്ഞെടുക്കണത്. അപ്പോൾ അതിൻ്റെ ഞെട്ടിയൊക്കെ വേഗം കളഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ വേഗം കളഞ്ഞെടുത്തു. പച്ചമുളക്, വെളുത്തുള്ളി, സവാള, വെണ്ടയ്ക്ക, ഇത്രയും ഈ 4 ഐറ്റം മതി കേട്ടോ നമുക്ക്. ഇതേ ഞാൻ വേഗം തന്നെ കുരുകുരാന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഇതൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ. ഞാൻ എന്ത് മെനവണിയാണ് ചെയ്യണേ, അവന് പറ്റിയത് വല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഞാൻ ഇപ്പം എന്ത് എടുത്താലും അടുത്ത് വന്ന് നിൽക്കും ആൾ. ഇപ്പോൾ വേഗം തന്നെ എല്ലാം അരിഞ്ഞു. ഇനി നമുക്കത് കുക്ക് ചെയ്യാം. അതിന് പാൻ അടുപ്പത്ത് വെച്ചു. നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുക് പൊട്ടിക്കണം. ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കടുക് മതി കേട്ടോ. കടുകിട്ടു. ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫോൺ കൈ പിടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ. ഇതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഇവക്കൂട്ടം ഞാൻ പോണതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പമ്മി എൻ്റെ കൂടെ ഇങ്ങനെ മുട്ടുകുത്തി വരും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണതിൻ്റെ അവിടെ പിടിച്ച് നിൽക്കുക, എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്തിടുക, അതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. അങ്ങനെ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. സവാളയും ബാക്കി കാര്യങ്ങളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ പച്ചമുളക് ഇട്ടേക്കണോണ്ട് മുളക് പൊടി ഇടണില്ല കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതാണ് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യണില്ല. അപ്പോൾ അതൊന്ന് ശരിക്കും മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ശരിക്കും അങ്ങ് ഇളക്കി കൊടുക്കണം. ഒന്ന് വഴണ്ട് വരട്ടെ. അതൊന്ന് കണ്ട ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ വാടി വരുന്നത്, സോറി, വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. പിന്നെ അത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെണ്ടയ്ക്കയുടെ ആ ഞോളപ്പൊക്കെ ഒന്ന് പോണ വരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ. സാധാരണ ഇട്ട് കൊടുക്കും പോലെ പൊടിയുപ്പാട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. വെണ്ടയ്ക്ക ആയതുകൊണ്ട് കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി കൂടി പോകുമെന്ന് പേടി. അപ്പോൾ അത് തന്നെ ഞാൻ പൊടിയുപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ശരിക്കും വേവിക്കാം. ഇളക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറാൻ പാകത്തിന് മതി. അപ്പോഴത്തേക്ക് അതൊന്ന് വാടും. വെണ്ടയ്ക്ക് കനം കുറച്ച് അരിഞ്ഞേക്കണോണ്ട് ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ എളുപ്പമാണ്. കുറച്ച് നേരം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. അപ്പോൾ ഇത് മൂടി തുറന്ന് കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് വെച്ച് കഴിക്കാം കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് വേവിക്കാം. അതൊന്ന് തുറന്ന് വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവും.
അങ്ങനെ ദേ കറി റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.